നമസ്കാരം. ഗാന്റ് ചാർട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോ സാമ്പിൾ ആയിട്ട് എക്സൽ ഷീറ്റിൽ ചെയ്തിരിക്കുകയാണ്. അല്ലാതെ നമുക്ക് ക്യാൻവ ഒക്കെ ഉപയോഗിച്ചോ അല്ലാത്ത ചില സോഫ്റ്റ്വെയർസും ടെംപ്ലേറ്റ്സും ഒക്കെ ഉപയോഗിച്ചോ ഒക്കെ ഗാന്റ് ചാർട്ട് ഉണ്ടാക്കാം. അത് കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് അവർക്ക് ചെയ്യാം. അടിസ്ഥാനപരമായി ഗാന്റ് ചാർട്ട് എന്ന് പറയുന്നത് ഒരു ടേബിളാണ്. അതിൽ ഒരു കോളം ആക്ടിവിറ്റി ആയിരിക്കും, അടുത്ത കോളം ഒരു മാസമാകാം, ഒരാഴ്ചയാകാം, ഒരു ദിവസമാകാം, അങ്ങനെ ഒരു ടൈം ഫ്രെയിം ആയിരിക്കും അടുത്ത് വരുന്ന ഓരോ കോളവും. അപ്പൊ ഇവിടെ നമ്മൾ ഇതിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് തയ്യാറാക്കിയതിൽ ഓരോ ആഴ്ചയാണ് ഈ ആഴ്ച തൊട്ടുള്ള ആഴ്ചകൾ ലിസ്റ്റ് ചെയ്തിരിക്കുക. ഇതുപോലെ അവര് അക്കാഡമിക് കലണ്ടർ നോക്കിയിട്ട് അതിലുള്ള ആഴ്ചകൾ, അതായത് വെക്കേഷനും മറ്റ് അവധികളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവര് വർക്കിംഗ് അവേഴ്സ് വരുന്ന അനുസരിച്ച് ഓരോ കോളവും ആഴ്ച എഴുതുക. ഇനി അതല്ല ദിവസം വെച്ചിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറെ കൂടി നല്ലതാണ്. കുറച്ചുകൂടി നമുക്ക് ആ ടൈം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സിലബസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ ലെക്ചർ അവേഴ്സും ഉണ്ട്, സെൽഫ് സ്റ്റഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാമ്പിൾ ഉണ്ടാക്കിയത് ലെക്ചർ അവേഴ്സിന് ഒരു ഗാന്റ് ചാർട്ടും സെൽഫ് സ്റ്റഡി അവേഴ്സിന് വേറൊരു ഗാന്റ് ചാർട്ടുമായിട്ടാണ് ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പൊ ലെക്ചർ അവേഴ്സ് ആദ്യത്തെ നോക്കിയാൽ ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് സെൽഫ് ഇൻട്രഡക്ഷൻ. അപ്പൊ അത് ഈ ആഴ്ച അതാണ് ടൈം കാണിച്ചിരിക്കുന്നത്. കളേഴ്സ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. സിലബസ് അനുസരിച്ച് ഈ ആഴ്ച തന്നെ നടക്കേണ്ട അടുത്തത് ഫെമിലിയറൈസേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, പിന്നെ റോൾ സ്റ്റോമിംഗ് എക്സസൈസ് 1, ഇത് ഈ ആഴ്ച നടക്കേണ്ടത്. അപ്പൊ റോൾ സ്റ്റോമിംഗ് എക്സസൈസ് 1 അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്കിൽസ് അതും കൂടി ഈ ആഴ്ചത്തേനായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് അത് 4 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി മൾട്ടിപ്പിൾ കളേഴ്സ് ഉപയോഗിക്കാം. ഇവിടെ ഒരു കളറും അടുത്ത ഇതിൽ വേറെ കളറും ഒക്കെ ഉപയോഗിക്കാം. ഇവിടെ ഒരേ കളർ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരേ കളർ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ കുട്ടികളുടെ ഭാവനയും ക്രിയേറ്റിവിറ്റിയും അനുസരിച്ച് അവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആക്ടിവിറ്റി നമ്മൾ നോക്കുമ്പോൾ അടുത്ത ലെക്ചർ അവർ ആക്ടിവിറ്റി ഇത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് കാണാം 2 to 4 3 ആഴ്ച സ്പാൻ ചെയ്ത് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 3 ആഴ്ച അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ചിലപ്പോൾ ഈ കേസ് നമ്മളുടെ ഈ ഒരു ഇത്രയും വരെ ഉള്ളതിൽ ഓവർലാപ്പ് വരുന്നില്ല. ഈ ആക്ടിവിറ്റി ആദ്യത്തെ ആഴ്ച കഴിയുന്നു, രണ്ടാമത്തെ ആഴ്ച കൊടുത്ത് അടുത്ത ആക്ടിവിറ്റി തുടങ്ങും. നമുക്ക് ഇതുപോലെ ഇനി സെൽഫ് സ്റ്റഡി ആക്ടിവിറ്റീസ് നോക്കാം. സെൽഫ് സ്റ്റഡി ആക്ടിവിറ്റീസ് നമ്മൾ സിലബസിൽ നോക്കുമ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി പ്രിപ്പറേഷൻ ഓഫ് ഗാന്റ് ചാർട്ട് ബേസ്ഡ് ഓൺ ടൈം പ്ലാൻ എന്നുള്ളതാണ്. അത് നമ്മൾ അതുകൊണ്ട് ആദ്യത്തെ ആഴ്ച അത് ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ഓൺലൈൻ പേഴ്സണാലിറ്റി ടെസ്റ്റും ആദ്യത്തെ ആഴ്ചയാണ്. പിന്നെ നമുക്ക് റോൾ സ്റ്റോമിംഗ് എക്സസൈസ് 2 ആദ്യത്തെ ആഴ്ച. ഇത് 3 ആദ്യത്തെ ആഴ്ചയാണ്. ഇനി അടുത്ത സെൽഫ് സ്റ്റഡി ആക്ടിവിറ്റി നമ്മൾ നോക്കുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് മൈൻഡ് മാപ്പ് ബേസ്ഡ് ഓൺ റോൾ സ്റ്റോമിംഗ് എക്സസൈസ് ആൻഡ് എക്സിബിറ്റ് പ്രസന്റ് ഇൻ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ഈ ആക്ടിവിറ്റിയെ ഒന്ന് നോക്കിയാൽ മൈൻഡ് മാപ്പ് കുറച്ച് സമയം എടുക്കുന്ന ആക്ടിവിറ്റിയാണ്. അതേസമയം നമ്മൾ മുമ്പത്തെ ആക്ടിവിറ്റീസ് നോക്കിയാൽ ഇതൊക്കെ നമുക്ക് 3.5 അവർ ഓരോ ആഴ്ചയും സെൽഫ് സ്റ്റഡി ആയിട്ടുണ്ട്. ഗാന്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, ഒരുപാട് സമയം എടുക്കില്ല. പേഴ്സണാലിറ്റി ടെസ്റ്റിന് വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. സെൽഫ് റിപ്പോർട്ട്, റിഫ്ലക്ഷൻ റിപ്പോർട്ടും ഒക്കെ കൂടി അരമണിക്കൂർ കൊണ്ടൊക്കെ റിപ്പോർട്ട് എഴുതി തീർക്കാൻ പറ്റും. റോൾ സ്റ്റോമിംഗ് എക്സസൈസും ചെയ്യാനായിട്ട് അധികം സമയം എടുക്കില്ല. അപ്പൊ നമുക്ക് മൈൻഡ് മാപ്പ് പ്രിപ്പറേഷൻ യഥാർത്ഥത്തിൽ ആദ്യത്തെ ആഴ്ച തന്നെ തുടങ്ങാം. അപ്പൊ 2 ആഴ്ച നമുക്ക് ആ ടൈം ഫ്രെയിം അത്ര എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് അത് തീർക്കാൻ പറ്റും. അപ്പൊ അതായത് ഈ വീക്ക് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നതിൽ ചില ആക്ടിവിറ്റീസ് നമുക്ക് അതിന് മുമ്പ് തന്നെ തുടങ്ങി ആ ആഴ്ച തീരുന്നത് പോലെ പ്ലാൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഈ ആക്ടിവിറ്റീസ് ഓവർലാപ്പ് ചെയ്ത് വരുന്നു. അപ്പൊ ഈ ആഴ്ച രണ്ടാമത്തെ ആഴ്ച നമ്മൾ മൈൻഡ് മാപ്പ് പ്രിപ്പറേഷനും ചെയ്യും, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കിയാൽ അത് 4ാമത്തെ ആക്ടിവിറ്റിയാണ്. അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 3ാമത്തെ ആഴ്ചയാണ്. പക്ഷെ നമ്മൾ ആദ്യത്തെ അതിന്റെ ഒരു നെറ്റ്വർക്ക് ചെയ്യേണ്ട ആദ്യ ഒരു ഘട്ടം 3 പ്രൊഫഷണൽസിനെ നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്ന ഘട്ടമൊക്കെ നമുക്ക് ഈ ആഴ്ച തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് ഈ ആഴ്ച തൊട്ട് തുടങ്ങിയാൽ 2 ആഴ്ച കൊണ്ട് ആ ആക്ടിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഈ 2 ആക്ടിവിറ്റി നമ്മൾ ഈ 2 ആഴ്ചയായിട്ട് നമ്മൾ സ്പാൻ ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യുവാണ്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ ഡിസ്കഷൻസും ഒക്കെ ഈ 3ാമത്തെ ആഴ്ച നടക്കും. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയാണ് 4ാമത്തെ ആഴ്ചയാണ് നമുക്ക് അതിന്റെ
ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് അതിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന 4-ാമത്തെ ആഴ്ച. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഡിസ്കഷനും ഒക്കെ കഴിയണം. അതുകൊണ്ട് ഇത് ഓവർലാപ്പ് ചെയ്തിടുന്നതിൽ വലിയ അർത്ഥമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് 4-ാമത്തെ ആഴ്ച എന്ന് പറഞ്ഞ് ശരിക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ ഏത് ആക്ടിവിറ്റി, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഈ ഗ്യാൻ ചാർട്ട് ഒരിക്കൽ പ്രിപ്പയർ ചെയ്താൽ നമ്മൾ സെപ്റ്റംബർ 30 തൊട്ട് ഒക്ടോബർ 4 വരെ ചെയ്യേണ്ട എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. ഈ ഓരോ കോളം ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ആ ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പെട്ടെന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ ഒരാഴ്ച അധികം ആക്ടിവിറ്റീസ് കാണത്തില്ല. മറ്റ് ഇനി വരാൻ പോകുന്ന ആക്ടിവിറ്റി പലതും നേരത്തെ കൂട്ടി തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ വിചാരിച്ച സമയങ്ങളിൽ പൂർത്തിയാക്കാൻ പറ്റൂ. അപ്പോൾ കുട്ടികൾ ഇത് ആദ്യമേ തന്നെ തയ്യാറാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ടൈം പ്ലാനിങ്ങിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് കുട്ടികൾക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഗ്യാൻ ചാർട്ട് കമ്പനികളിലൊക്കെ വളരെ വ്യാപകമായി അവർ ഉപയോഗിക്കുന്നതാണ്. കാരണം ടൈം ഫ്രെയിം വെച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്ക്സ് ഒക്കെ തന്നെ ചെയ്യാനായിട്ട് ഗ്യാൻ ചാർട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.